ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പകരത്തിന് പകരം ചെയ്യാതെ നാം അനുഗ്രഹിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാനുഷികമായ ബന്ധങ്ങളിൽ എല്ലായ്പ്പോഴും വിള്ളൽ വീഴാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. ചില സമയങ്ങളിൽ അത് വിള്ളലുകൾ മാത്രമല്ല, പരസ്പരമുള്ള പകപോക്കലിലേക്കും വൈരാഗ്യത്തിലേക്കും കൊടിയ വിദ്വേഷത്തിലേക്കും ശത്രുതയിലേക്കുമൊക്കെ മാറിപ്പോകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും അധികം കാണുന്നതും അതുതന്നെയാണ്. പക്ഷേ കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്ന ഓരോ വ്യക്തികളും ഈ ഒരു കാര്യത്തെ പ്രായോഗികമായി എങ്ങനെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ആ കാര്യത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് പുതിയ നിയമത്തിൻ്റെ അകത്തെ വചനത്തിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില പ്രത്യേക കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ആ അനുസരിക്കുന്ന വ്യക്തിയിൽ ദൈവം ചൊരിയാനായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പക്ഷേ ദൈവത്തിന് ഇതൊന്നും അസാധ്യമായ കാര്യമല്ല. ചില വിഷയങ്ങൾക്കകത്ത് ചില ക്രമീകരണങ്ങൾ വരുത്തിയാൽ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത ചില വിഷയങ്ങൾക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നതിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ചില കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധാപൂർവം വായിക്കുക. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായി തീരുക. രണ്ട് കാര്യങ്ങളാണ്. ദോഷത്തിന് ദോഷം ചെയ്യാൻ പോകാതിരിക്കുക, ശകാരത്തിന് ശകാരം പകരം ചെയ്യാതെ പോകാതിരിക്കുക എന്നുള്ളതാണ്. ഞാനും ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുമൊക്കെ വ്യത്യസ്തമായ നിലകളിൽ വേദനിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ വേദനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഉറ്റവരിൽ നിന്ന്, സ്നേഹിതരിൽ നിന്ന്, കൂടെ ചേർത്ത് പിടിച്ചവരിൽ നിന്നൊക്കെ നേരിട്ട വേദനകൾ, അവരുടെ കുത്തുവാക്കുകൾ, പ്രതികരണങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പല സമയങ്ങളിലും അഗാധമായ ഹൃദയവേദന നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുവാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ നാം ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം നാം പോകുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ എപ്പോഴും വിശുദ്ധമായിരിക്കേണ്ടതിനും വൈരാഗ്യങ്ങളും മത്സരവും പകപോക്കലുകളും ഒന്നും കൂടാതെ വളരെ ദൈവത്തിന് സ്തോത്രം, എന്താ പറയുന്നത്, ശുദ്ധമായി ദൈവത്തിന് സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ ഗൗരവമായി സൂക്ഷ്മതയോടെ നാം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിയോട് നമ്മുടെ ഉള്ളിൽ പകയും വൈരാഗ്യവും മത്സരവും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഉള്ളിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവായതുകൊണ്ട്, ക്ഷമയുടെ ആത്മാവായതുകൊണ്ട്, ശാന്തിയുടെ ആത്മാവായതുകൊണ്ട് ആ വ്യക്തി അത്തരത്തിലുള്ള മനോഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും പൂർണ്ണമായ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടുന്നത്? നിരുപാധികം ആ കാര്യം ക്ഷമിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കുവാനുള്ള കാരണം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റാന്നിക്കപ്പുറത്തുള്ള ഒരു സഭയിൽ ശുശ്രൂഷിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടിരുന്നു. ആ കുടുംബം ദീർഘവർഷങ്ങളായി ഒരുപാട് പ്രശ്നങ്ങൾക്കകത്ത് അവർ കടന്നു പോവുകയാണ്. പലരും പ്രാർത്ഥിച്ചു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ വഴി നടത്തും, നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം തരും എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള വിടുതലുകളും അവരുടെ ജീവിതത്തിനകത്ത് നടക്കുന്നില്ല. ശാന്തമായിട്ട് ആ കുടുംബത്തോടു കൂടി കുറച്ചധികം സമയങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അവരോട് ക്ഷമിക്കാൻ പറയാൻ പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരോടെങ്കിലും മനസ്സിൻ്റെ അകത്ത് വൈരാഗ്യമുണ്ടോ, മനസ്സിൻ്റെ അകത്ത് പിണക്കമുണ്ടോ? അന്നേരമാണ് അവർ പറയുന്നത്, ഞങ്ങളുടെ അടുത്ത ഒരു ബന്ധു കുടുംബവുമായി ദീർഘനാളുകളായി പിണക്കത്തിലാണ്, അവരുമായിട്ട് മിണ്ടുന്നില്ല, അവരെ കൈ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു,
നിങ്ങൾ എത്രയും വേഗം അവരുടെ അരികിൽ പോയി അവരുമായിട്ട് മിണ്ടുക, നിങ്ങളുടെ ആ പഴയ ഒരു ബന്ധത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ കണ്ട് ഒരു വാക്കെങ്കിലും നിങ്ങൾ സംസാരിച്ച് ഈ ഒരു വിഷയത്തെ നിങ്ങൾ ദൈവസന്നിധിയിൽ ക്രമീകരിക്കുക. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഒരു വിഷയത്തെ എടുത്തുയർത്തി പറയണമെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ അകത്ത് വൈരാഗ്യബുദ്ധിയോടെ, മത്സരത്തോടെ, പിണക്കത്തോടുകൂടെ ഇരുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആ ആശയം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരാളോട് വൈരാഗ്യവും എനിക്കൊരാളോട് മത്സരവും എന്നോട് ചെയ്യുന്ന ചിലതിൻ്റെ അകത്ത് വേദനയുമായി എൻ്റെ ഹൃദയം ഇരുന്നാൽ ഒരിക്കലും പൂർണ്ണ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള വൈരാഗ്യത്തിൻ്റെയും പിണക്കത്തിൻ്റെയും ചിന്തകൾ ഹൃദയാന്തർഭാഗത്ത് വെച്ച് നാം താലോലിക്കുകയാണെങ്കിൽ പിന്നീട് അത് മറ്റുള്ള ചില ശത്രു പ്രവർത്തികളിലേക്ക്, അവർക്കെതിരെ നമ്മൾ നടത്തുന്ന അടുത്ത പ്രവർത്തനങ്ങളിലേക്ക് അത് ആ ചിന്തകൾ ചില പ്രവർത്തികളായി മാറുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ദൈവം നമ്മളോടൊക്കെയും പറഞ്ഞു, നീ ക്ഷമിച്ചാലേ പറ്റത്തുള്ളൂ. കാരണം ക്ഷമിക്കാതിരിക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കാത്തിടത്തോളം കാലം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു കല്ലുപോലെ, ഒരു വേദന പോലെ അവരോടുള്ള പക ഹൃദയാന്തർഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ഒരിക്കലും ശരിയാകുകയില്ല. ഇതിന് തെളിവുകൾ എന്തൊക്കെയാണ് വേദപുസ്തകത്തിന്റെ അകത്ത്? ഒരു 3-4 കൂട്ടം തെളിവുകൾ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. ഇയ്യോബിന്റെ സംഭവം, ഇയ്യോബിന്റെ ജീവിതത്തിൽ നടന്ന കാര്യം നമുക്ക് സുപരിചിതമാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇയ്യോബിനെതിരെ സംസാരിച്ച, വിരോധമായി സംസാരിച്ച, അല്ലെങ്കിൽ ദൈവത്തിന് പോലും വിരോധമായി സംസാരിച്ച തേമീനായ എലീഫാസ്, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ, അവരോട് ദൈവം പറഞ്ഞു, എന്റെ ദാസനായ ഇയ്യോബിന്റെ അരികിലേക്ക് നിങ്ങൾ ചെന്ന് ഹോമയാഗങ്ങൾ കഴിക്കുക. എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പാപം നിങ്ങളോട് ക്ഷമിക്കും. നോക്കിക്കേ, എലീഫസ്, ഇയ്യോബിനെതിരെ വന്നിരുന്ന് പറഞ്ഞവരോട് ക്ഷമിച്ചാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ പറ്റത്തുള്ളൂ. പറ്റുമോ? ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ സ്നേഹിതന്മാരെന്ന് പറഞ്ഞവർ വന്ന് പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ കേട്ടാൽ പിന്നീട് അവരെ ജീവിതത്തിൽ വീടിന്റെ പടിക്കൽ കയറ്റത്തില്ല. പക്ഷെ ഇയ്യോബിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. അവരും ഇയ്യോബിന്റെ അരികിലേക്ക് വരേണ്ടതായിട്ട് വന്നു. അപ്പം ഇയ്യോബിന്റെ മനസ്സിന്റെ അകത്ത് ആ വേദന മാറ്റാത്തിടത്തോളം കാലം ഇയ്യോബിന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്തത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ്. യേശു പറഞ്ഞ വാക്കുകൾ എന്താ? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് യേശു പറഞ്ഞ വാക്കുകൾ. അപ്പം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഞാൻ അവന് പണി കൊടുക്കും, ഇല്ലേ? എൻ്റെ ജീവിതത്തിന്റെ അകത്തല്ലേൽ ഞാൻ ഈ പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് കറക്റ്റ് ചെയ്ത് നമ്മളെ മുൻപോട്ട് നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മളിത് ക്ഷമിക്കുക. ചില സമയത്ത് ക്ഷമിക്കാൻ പറ്റും, മറക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ യോസഫ് പറഞ്ഞ വാക്കുകൾ, യോസഫിന് മനശ്ശെ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിനിട്ട പേര് എന്താണെന്നറിയാമോ? എൻ്റെ കഷ്ടത, അല്ലെങ്കിൽ എൻ്റെ വേദനകൾ, എൻ്റെ പിതൃഭവനത്തിലെ സങ്കടങ്ങൾ ദൈവം മറക്കുമാറാക്കി. യോസഫ് ക്ഷമിച്ചതാണ്, പക്ഷേ മറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ക്ഷമിക്കുന്നത് നമ്മളാണ്, മറക്കാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ മറന്നേലേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഇതെല്ലാം മനസ്സിൻ്റെ അകത്ത് കൊണ്ടുപോകുന്ന നടന്നാൽ നമ്മുടെ ആത്മീയതയാണ് അത് ബാധിക്കുന്നത്. നമുക്ക് ദോഷം ചെയ്തവരും നമുക്കെതിരായി പ്രവർത്തിച്ചവർക്കും ഒരു കുഴപ്പവുമില്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെങ്ങോട്ടാണ് പോകുന്നത് ആ നിലയിൽ പോകട്ടെ. പക്ഷേ ഞാൻ വൈരാഗ്യവും, ഞാൻ പകയും, ഞാൻ എന്താ പറയുന്നത്, ഈ പണി കൊടുക്കുമെന്നുള്ള മനോഭാവവും ഹൃദയത്തിൻ്റെ അകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ പോക്ക് ശരിയായ ഒരു കാര്യത്തിലേക്കല്ലെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും സമ്പൂർണമായും ഇത് മനസ്സിൻ്റെ അകത്തുനിന്ന് എടുത്ത് കളയണമെന്ന് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കിടക്കും തോറും
നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം തീർച്ചയായിട്ടും താഴോട്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. എന്താണ്? നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക. അദ്ദേഹം ഒരു വാക്യം കോട്ട് ചെയ്തിട്ടാണ് അത് പറഞ്ഞത്. പക്ഷേ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശപിക്കാതെ അനുഗ്രഹിക്കുക. അപ്പം പുതിയ നിയമത്തിന്റെ അകത്ത് ശാപം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. കുറച്ചുകൂടെ സത്യസന്ധമായി പറഞ്ഞാൽ പുതിയ നിയമത്തിന്റെ അകത്ത് മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളല്ല. നമ്മളത് മനസ്സിലാക്കണം. ആരും നമ്മുടെ ശത്രുക്കളല്ല. പിന്നെയോ നമുക്ക് ശത്രുത്വമുള്ളത് ആരാണ്? ഇത് പൈശാചിക മേഖലകളോടാണ് നമുക്ക് ശത്രുത്വമായിട്ടുള്ളത്. ഇനിയും ഞാൻ എൻ്റെ ആത്മീക ശുശ്രൂഷയിൽ ജീവിതത്തിൽ പലരിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വേദനകൾ ഉണ്ടാക്കുവാനും നമ്മളെ നിരാശപ്പെടുത്തുവാനും ആരെയെങ്കിലും പിശാചിന് കൈകളിൽ ഉപയോഗിക്കുവാൻ പറ്റിയാൽ അത് ഒരുപക്ഷെ നമ്മളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിരിക്കാം. അവരെ നമുക്കെതിരെ തിരിക്കും. അവർ നമുക്ക് നേരെ കുത്തുവാക്കുകൾ പറയും, നമുക്കെതിരെ പണിയുമായിട്ട് വരും. ഇത് 1-2 ദിവസമല്ല, ഇത് ദീർഘനാളുകൾ തുടരും. പല സമയത്തും നമ്മളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തും. പക്ഷെ നമ്മളൊരു കാര്യം മറക്കരുത്, നമ്മൾ പൊട്ടിത്തെറിച്ചാൽ അവിടെ പിശാചി വിജയിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുത്തുവാക്കുകളും വേദനകളും പ്രയാസങ്ങളും നമ്മൾക്ക് നേരിടുമ്പോൾ തന്നെ ആ സമയങ്ങളിൽ ദൈവമേ ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് എന്ന് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് നമ്മൾ പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ചു വിട്ടാൽ തീർച്ചയായും ദൈവാനുഗ്രഹം നമ്മുടെ മുകളിലേക്ക് വരും എന്നുള്ളതാണ്. ഞാനിത് മനസ്സിലാക്കാനായിട്ടൊരു കാര്യം പറയാം. ഇസ്രായേലിലെ വളരെ ശക്തനായ ഒരു പ്രവാചകനും അതേസമയം ന്യായാധിപനുമായിരുന്നല്ലോ ശമൂവേൽ. ശമൂവേലിന്റെ അമ്മ ഹന്ന കണ്ണുനീരൊഴുക്കി ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ യഹോവയുടെ ആലയത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? വളരെ സ്നേഹനിധിയായ ഒരു ഭർത്താവ് അവൾക്കുണ്ടായിരുന്നെങ്കിലും പെനീന എന്ന് പറയുന്ന ഒരു വ്യക്തി ഹന്നയെ നിന്ദിച്ചതുകൊണ്ടും കുത്തിയതുകൊണ്ടുമാണ്. അപ്പോൾ ഈ നിന്ദയും കുത്തലും വാക്കുകളും എല്ലാം അതിന്റെ കാരണം അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ അവളുടെ ഗർഭം അടച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. പിശാചല്ലേ അടച്ചത്, യഹോവ അവളുടെ ഗർഭം അടച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ദൈവമാണ് ഗർഭത്തെ അടച്ചത്, ദൈവമാണ് വഴിയെ അടച്ചത്. ഈ കുത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടു വരുന്നത് എന്തിനാണ്? ചിലത് നമുക്ക് വേദനയാണെങ്കിലും നമ്മൾ ദൈവ പദ്ധതികളെ തിരിച്ചറിയാനാണ്, ദൈവത്തിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കാനായിട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്, നമ്മൾ വേദനപ്പെടുമ്പോൾ, നമ്മൾ തകർക്കപ്പെടുമ്പോൾ നമ്മൾ ഉപയോഗിക്കപ്പെടും എന്നുള്ള ഒരു ആത്മീക രഹസ്യമാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി എന്നറിയത്തില്ല. നമ്മൾ വേദനിക്കപ്പെടുമ്പോൾ, നമ്മൾ തകർക്കപ്പെടുമ്പോൾ നമ്മൾ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അകത്ത് എല്ലാം സുഖമായും എല്ലാം സന്തോഷമായും എല്ലാം സമാധാനമായും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു ലൈറ്റായിട്ടുള്ള മെന്റാലിറ്റിയിൽ വളരെ ലാഘവത്തോടെ മുമ്പോട്ട് പോകും. പക്ഷെ നമുക്കെതിരെ ചിലർ കുത്താനും നമുക്കെതിരെ ചിലർ വേദനിപ്പിക്കാനും ഒക്കെ ചില മേഖലകളിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന അടുത്ത തലത്തിലേക്ക് വന്നു. അവിടെ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഒരു കാരണവശാലും വ്യക്തിപരമായ വിരോധത്തിലേക്ക് ആ വ്യക്തികളോട് ആ സാഹചര്യത്തിന്റെ അകത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പിണങ്ങാൻ പാടില്ല, എതിരായി പ്രവർത്തിക്കാൻ പാടില്ല, പിശാചിന് പ്രവർത്തിക്കുവാനുള്ള അവസരം കൊടുക്കരുത്. ശാന്തമായിരിക്കുക, മൗനമായിരിക്കുക, അധികം പ്രാർത്ഥിക്കുക, ദൈവകരങ്ങളിലേക്ക് ഈ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുക. മനസ്സിന്റെ അകത്തുനിന്ന് വേദനകളും മുറിവുകളും ഹൃദയാന്തർഭാഗത്തെ മുറിവുകൾ, അതിനെക്കുറിച്ച് മറ്റൊരു സന്ദേശം ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മനസ്സിന്റെ അകത്തുള്ള ഇത്തരത്തിലുള്ള മുറിവുകൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് നമ്മുടെ ഹൃദയം മുഴുവനും പകയും വൈരാഗ്യവും വിദ്വേഷവും അതുപോലെ തന്നെ നിരാശകളും എല്ലാം കയറി നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതൊഴിവാക്കി ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. വാക്കുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എതിരായി ചെയ്യാൻ പോകാതെ ഇരിക്കുക. ഇത് നിങ്ങളോട് മാത്രമല്ല, ഇത് പ്രസംഗിക്കുന്ന ഞാൻ എന്നോട് തന്നെ ഒരു സന്ദേശമായിട്ട് ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു.